1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. മോൾക്ക് ഭയമൊന്നുമില്ലേ മോളെ? ഇതൊക്കെ എല്ലാവരുടെയും തോന്നല. നീ തോന്നലാണെന്ന് മാത്രം പറയരുത്. ഞാനും അപ്പച്ചി വീട്ടിൽ വെച്ച അവളെ കണ്ടത്. ഉണ്ണി ഇപ്പൊ റോഡിൽ വെച്ചും കണ്ടില്ലേ? എന്തോ കുഴപ്പമുണ്ട് മഞ്ജു. ഗതി കിട്ടാതെ അവൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും. അതുകൊണ്ട് ഇനി പൂജയും മന്ത്രവാദവും ഒക്കെ നടത്തി അവളെ ഒഴിപ്പിച്ച് വിട്ടേ പറ്റൂ. നിങ്ങൾ ഇങ്ങോട്ട് വാ വന്നിട്ടാ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ഇവിടെ കിടക്കാം. പോയി കിടക്ക്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. എടാ വാതിലടച്ചിട്ട് കിടന്നാ മതിടാ, കുഴപ്പമൊന്നുമില്ല. നീ വാ ശിവന്തിനി. അയ്യോ, ഇങ്ങോട്ട് വന്നടി. മാറ്. നീ ഇതിന്റെ താക്കോലിങ്ങടുത്തേ. എന്തിനാ? ഓ എടി, ഞാനൊരു കാര്യം പറഞ്ഞ അതിന് 1000 ചോദ്യം ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്. പോയി എടുത്തോണ്ട് വാ. ഇങ്ങനൊരു പേടിത്തോണ്ടൻ കൊണ്ടുവാ. താക്കോൽ ദ്വാരത്തിൽ കൂടി പോലും അവൾ അകത്ത് കിടക്കാൻ പാടില്ല. ഇത് ശരിക്കും വട്ട. അതെ, ഇങ്ങനെ പോയാ എനിക്ക് ശരിക്കും വട്ട് പിടിക്കും. അതെ മഞ്ജു, എന്താ? അതെ, അച്ഛൻ ചോദിച്ചതുപോലെ നിനക്ക് യക്ഷിയൊന്നും പേടിയില്ലേ? എനിക്കൊരു യക്ഷിയെയും മാടനെ മറുതെ ഒന്നും പേടിയില്ല. ജീവിച്ചിരിക്കുന്ന ചില അസുരന്മാരുണ്ട്, അവന്മാരെയാ പേടി. അല്ല, നീ ഇത് ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ? ആരെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല. നമ്മൾ പേടിക്കേണ്ടതേ നമുക്കിടയിലുള്ള ചില മനുഷ്യന്മാരെയാ. ജീവിച്ചിരിക്കുന്നവന്മാരെ തന്നെയാ. മരിച്ചവരൊരിക്കലും നമ്മളെ ശല്യം ചെയ്യില്ല. പിന്നെ ഇപ്പൊ ശല്യം ചെയ്യുന്നോ? എന്നെ ഇതുവരെ ചെയ്തില്ലല്ലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് ഉത്തരം പറയാം. എന്താ ലൈറ്റ് അണയ്ക്കാത്ത? വേണ്ട, അണയ്ക്കണ്ട. പ്രേതത്തിന് എന്താ വെളിച്ചം പേടിയാണോ? പേടിയാണെന്നാ തോന്നുന്നേ. അതുകൊണ്ടല്ലേ പകലിറങ്ങി നടക്കാത്തത്. ഈ ലൈറ്റ് ഇട്ടാ കൊതുക് വരത്തില്ല. എന്ന് വെച്ച ഈ രക്തം കുടിക്കുന്നവർക്കൊക്കെ വെട്ടത്തെ പേടിയാ. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാ.